നല്ല അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോ. എന്നിട്ട് എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. ഇന്ന് അവനൊരെണ്ണം കൊടുക്കുമെന്ന് പറഞ്ഞു. ഹലോ അനീഷേ, ഇത് കണ്ടായിരുന്നു? ഈ സംഭവം ഒന്ന് നോക്കിയിട്ട് ഇതനുസരിച്ച് ഒരു നല്ല വീഡിയോ ചെയ്യണം. ഇത് ഓക്കെ, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഞെട്ടിക്കുന്ന നടുക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. ഈ ഒരു ഓഡിയോ ക്ലിപ്പ് പറ്റുന്നുണ്ടെങ്കിൽ രേണുവിൻ്റെ ചേച്ചിക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ രേണുവിൻ്റെ അച്ഛന്, ആ ഒരു കുടുംബക്കാർ പ്രത്യേകിച്ചിട്ടും ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കണം. ആരാണ് ബിഷപ്പ്? ഇപ്പോൾ കുറേ പേര് പറയുന്നത് രോഗം കൊണ്ട് മല്ലടിക്കുമ്പോൾ നല്ലവനായ ബിഷപ്പ്, നല്ല നല്ല നന്മപരമായ ബിഷപ്പ് രേണു സുധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അയാളാണ് യഥാർത്ഥ അച്ഛന്, അയാളാണ് വലിയൊരു നന്മമരോ എന്നാണ് എല്ലാവരും പറയുന്നത്. അവർ കേൾക്കാൻ വേണ്ടിയിട്ട് ആരായിരുന്നു ബിഷപ്പ്, എന്തായിരുന്നു ബിഷപ്പ്, ഇങ്ങേര് യഥാർത്ഥത്തിൽ ബിഷപ്പാണോ? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഓഡിയോ ക്ലിപ്പ്, ഞാനിപ്പോൾ വെച്ചു തരുന്ന ഈ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പൊന്നു പ്രേക്ഷകരെ, അങ്ങേരെ ആരും ഇനി ഒരിക്കലും അച്ഛ എന്ന് പോയിട്ട് വിളിക്കത്തില്ല. കല്ലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കറിയും. അത്രയും വൃത്തികേടാണ് ഈ അച്ഛൻ കാണിച്ചത്. ചിലപ്പോൾ അങ്ങേര് എനിക്കെതിരെ കേസിനും പോവും. അച്ഛനോടൊരു കാര്യം ആദ്യം പറഞ്ഞിട്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കിടക്കാം. അച്ഛാ, പൊന്നച്ച, എൻ്റെ കയ്യിൽ ഇത്രയുണ്ട്, ഒന്നും രണ്ടൊന്നുമല്ല, 2 മാസം കഞ്ഞി കുടിക്കുന്ന ഓഡിയോ ക്ലിപ്പും ഫോൺ സംഭാഷണവും എല്ലാം ഉണ്ട്. അതൊന്നും ഞാൻ വെക്കുന്നില്ല. ഒരൊറ്റ ഓഡിയോ ക്ലിപ്പ് ഞാൻ വെച്ച് തരാം. ഇത് വെക്കുന്നതിൻ്റെ കാരണം ഇദ്ദേഹം ഇപ്പോൾ വലിയൊരു പുണ്യാളനാകുന്നു, ഞങ്ങളൊക്കെ ശപിക്കുന്നു. ഇദ്ദേഹം ഇപ്പോൾ അതായത് സ്വയം പുണ്യാളനാവുകയാണ് ഈ അച്ഛൻ, അതുകൊണ്ടാണ് ഇത് വെക്കുന്നത്. പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ അനീഷ് ബ്രോയും കൂടി ഇതിൽ ചെറിയ രീതിയിൽ ആഡ് ആവുന്നുണ്ട്. അനീഷ് ബ്രോയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് വെക്കാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ് പൊന്നു പ്രേക്ഷകരെ, ഈ വീഡിയോ അച്ഛൻ്റെ യഥാർത്ഥ സ്വഭാവം നാലാളിലേക്ക് അറിയാൻ വേണ്ടിയിട്ട് ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. ഒന്നും കൂടി പറയാം, ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്യുന്ന ഓഡിയോ ക്ലിപ്പ് ഈ പറയുന്ന അച്ഛന് ഒരു ബ്രോക്കറെ വിളിക്കുകയാണ്. ആ ബ്രോക്കറെ വിളിച്ചിട്ട് അച്ഛൻ പറയുകയാണ്, എടാ ബ്രോക്കറെ, നീ എനക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പാ അച്ഛാ ഞാൻ ചെയ്യേണ്ടത്? നീ എനക്കൊരു വോയിസ് ഇട്ട് തരണം. എന്ത് വോയിസാ അച്ഛാ ഞാൻ ഇട്ട് തരേണ്ടത്? നീ അതായത് രേണു സുധിക്ക് ഈ അച്ഛൻ സ്ഥലം കൊടുത്തത് കൊണ്ടും രേണു സുധി വീട് വെച്ചത് കൊണ്ടും, അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ രേണു സുധി വീട് വെച്ച ആ ഒരു സ്ഥലം കുറച്ചപ്പുറത്ത് അച്ഛൻ്റെ വേറെ സ്ഥലമുണ്ട്, അത് സേളാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അത് സേളാവാത്തതിൻ്റെ കാരണം അവിടെ രേണു സുധി ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അച്ഛൻ പറയിപ്പിക്കുന്നതാണ് ബ്രോക്കറിനോട്. ആ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി കൃത്യമായിട്ട് അറിയും. ഒന്നും കൂടി പറയാം, അതായത് അച്ഛൻ ബ്രോക്കറോട് പറയിപ്പിക്കുകയാണ് ഒരു വോയിസ് ഇട്ട് തരണം. അച്ഛൻ്റെ വേറെ സ്ഥലങ്ങളൊന്നും സേളാവുന്നില്ല, സേളാവാത്ത കാരണം ആ സ്ഥലത്ത് രേണു സുധി ഉള്ളത് കൊണ്ട് എന്ന് അച്ഛൻ പറയിപ്പിക്കുന്ന ഓഡിയോ ക്ലിപ്പ്. എൻ്റെ അച്ഛ, ഞാൻ ഇന്നൊരു ഞങ്ങളൊരു ചേച്ചി അവിടെ ബഹ്റിനിൽ വരുന്നുണ്ടായിരുന്നു. അവർ വന്ന് നാട്ടിലുണ്ട്. ഇപ്പം ഞാൻ ഫ്ലോട്ട് കാണിക്കാം എന്നൊക്കെ പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഈ ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു ഞാൻ ഫ്ലോട്ടിന്. അച്ഛനാ നേരത്തെ എനിക്കെന്ന ഫ്ലോട്ട് ഇത്ര വീതി കാര്യങ്ങളും കാണിച്ചെല്ലാം കാണിച്ചു. അവർ ഇഷ്ടപ്പെട്ടായിരുന്നു. അവർ ഈ സ്ഥലം മേടിച്ചിട്ടിട്ട് തന്നെ വീടും വെച്ചിട്ട് അവർ പോകാൻ പ്ലാനായിരുന്നു. അവരെണ്ട് ചോദിച്ചു, ഇന്ന് വിളിച്ചിട്ട് ചോദിക്കുക, ആ ഏപ്പടത്തി അഭിനയിക്കുന്ന അവിടെ ഇതിലാണോ, അങ്ങോട്ടൊന്നും ഞങ്ങളും ഇല്ലെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ശരിക്കും നമ്മളൊന്നും അച്ഛനെ കുറ്റം പറഞ്ഞല്ല, നമ്മൾ ചെയ്ത് എന്നാ പറയുക, എന്നാ പറയുക, ഇപ്പം കാണിക്കുന്ന ഇത് കണ്ടു കഴിഞ്ഞാൽ അച്ഛനാണല്ലോ ആരായാലും എല്ലാം പറയാതിരിക്കുമോ? അതിനകത്ത് ഇപ്പം എന്നാ പറയുക, ആ ഫ്ലോട്ടൊന്നും വിറ്റ് പോകില്ല, അതാ ഇവള് കാണിക്കുന്ന പരിപാടി. എന്നിട്ട് ഇവള് ഫ്ലോട്ടിൽ കയറി ഇമാരായിട്ട് കയറുന്ന കാര്യങ്ങൾ അതെന്നെ അറിയോ? ഒന്നെങ്കിൽ എന്നാ അറിയോ, അത് അച്ഛൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണം. ഞാൻ തമാശ പറഞ്ഞല്ലേ, അച്ഛനെ എനിക്കറിയാം, അതുകൊണ്ട് എന്നെ അറിയാം. നമുക്ക് കളയാൻ പറ്റുമോ? അത്രയും ഒരു പ്രോപ്പർട്ടി നമ്മൾ റെഡിയാക്കിയിട്ട സ്ഥലത്ത് അത്രയും റെഡിയാക്കി എന്നാ അറിയാം, അത് പൊന്നും വിലയ്ക്ക് പോണ സാധനങ്ങളാണ് മൊത്തം, അങ്ങ് താഴെ വരെ. ഞാനിതെല്ലാം എന്നാ അറിയാം, ഇതിനകത്ത് ഈ ഫേസ്ബുക്കിൽ ഇത് കാണുന്നുണ്ട്. പക്ഷെ കണ്ടിട്ട് എന്നാ അറിയാം, നമ്മൾ കാണുക, ഞാനും ലൈക്കല്ല, ഒരു കമൻറ്റ് പോലും ഇടാൻ പോകുന്നില്ലേ, ലൈക്ക് ഞാൻ പോപ്പിടിയാൻ. പിന്നെ അത് നിങ്ങൾ വെട്ടുപോതാ ഭയങ്കരം. എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ഇപ്പം അവരെന്ന് പറഞ്ഞു, വേണ്ട നീ വേറെ വല്ലതും മാമൂടോ അല്ലെങ്കിൽ തെങ്ങണ അവിടെ എവിടെയെങ്കിലും നോക്കാൻ പറഞ്ഞു. ഇവർ താമസിക്കുന്ന പരത്തിലെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ക്ലിയറായി കൃത്യമായിട്ട് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പൊന്നു പ്രേക്ഷകരെ, അച്ഛൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. രേണു സുധിയെ എല്ലാ യൂട്യൂബേഴ്സും വലിച്ച് കീറുന്ന സമയത്ത് അച്ഛൻ ഇട്ട് കൊടുക്കുകയാണ്. ഓരോ യൂട്യൂബേഴ്സിനും ഓരോ ഓഡിയോ ക്ലിപ്പ് അച്ഛൻ ഇട്ട് കൊടുക്കുകയാണ്. ഇന്ന് രേണു സുധി അച്ഛൻ എന്ന് പറഞ്ഞത്, അതായത് എൻ്റെ സ്ഥലങ്ങളൊന്നും വേറെ സ്ഥലങ്ങളൊന്നും വിറ്റ് പോകുന്നില്ല, രേണു സുധി അവിടെ ഉള്ളത് കൊണ്ട് ആരും എൻ്റെ സ്ഥലം വേണ്ട എന്ന് കുറേ പേര് പറയുന്നു. അങ്ങനെ ബ്രോക്കർ പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇത്
ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിനെ അയച്ചു തരികയാണ്. ഇന്നാ വലിച്ച് കീറി രേണുവിനെ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഇപ്പോൾ അനീഷിനോടാണ് ഇത് എന്നല്ല, ഈ അനീഷിനോട് മാത്രമൊന്നല്ല, ഈ കേരളത്തിൽ എത്ര യൂട്യൂബേഴ്സ് ഉണ്ട്, ഒരു 100K സബ്ബായ അല്ലെങ്കിൽ അത്യാവശ്യം റിച്ച് ഉള്ള എല്ലാ യൂട്യൂബേഴ്സിനോട് ഈ അച്ഛൻ അയച്ചു കൊടുക്കുന്നുണ്ട് സാധാരണ. ഓക്കെ, അപ്പോൾ അനീഷ് വ്ളോഗ്സിനാണ് ഇതൊന്ന് അയച്ചു കൊടുത്തത്. നിങ്ങൾ ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കണം. ഹലോ അനീഷേ, ഇത് കണ്ടായിരുന്നു? ഈ സംഭവം ഒന്ന് നോക്കിയിട്ട് ഇതനുസരിച്ച് ഒരു നല്ല വീഡിയോ ചെയ്യണം. ഇത് കണ്ടിട്ട് നല്ല സൂപ്പർ ഒരു വീഡിയോ ചെയ്യണം, മറന്നു പോവല്ലേ. എന്നിട്ട് എന്നെ സമയം പോലെ സൗണ്ട് ക്ലിയർ ആയ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കണം, മറന്നു പോവല്ലേ. ഓക്കെ, മറക്കല്ല, അത്യാവശ്യമായിട്ട് എന്നെ തിരിച്ചു വിളിക്കണം, സുഖം ആയാൽ ഉടനെ. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം. അനീഷിന്റെ ഒരു വീഡിയോ ആണ്, അതായത് അച്ഛൻ അയച്ചു കൊടുക്കുന്ന ഓഡിയോ ക്ലിപ്പ് അനീഷ് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി. ും ഒക്കെ വന്നിട്ട് ഇതുപോലെ ഒരു എന്താ പറയാ, ഒരു കലാകാരൻ മരിച്ചുപോയി, അവർക്ക് കയറി കിടക്കാൻ പറമ്പില്ല ബിഷപ്പേ, എവിടെയെങ്കിലും ഒരു ഇച്ചിരി സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണായ സ്ഥലം കൊടുത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു ഉപകാരമാണ് ചെയ്തത്. പക്ഷെ ഈ നാറി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അദ്ദേഹം അറിഞ്ഞോ? അറിഞ്ഞില്ല. അതിപ്പം പിള്ളേരുടെ പേരിലാണ് അദ്ദേഹം എഴുതി കൊടുത്തിരിക്കുന്നത്. ആ 2 മക്കളുടെ പേരിലാണ് എഴുതി കൊടുത്തിരിക്കുന്നത്, അല്ലാതെ രേഷ്മ പി തങ്കച്ചന്റെ പേരിലല്ല. ഓക്കെ, നിങ്ങളെ ഞാനൊരു വോയിസ് കേൾപ്പിക്കാം. ഇത് നിങ്ങൾ കേട്ടിട്ട് ഇതെന്താണ് ഇവരിങ്ങനെ പറയാനുള്ള കാരണമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇതുപോലെ നിരവധി വോയിസ് മെസ്സേജ് ആണ് അദ്ദേഹത്തിന് വരുന്നത്. അദ്ദേഹം ഈ ഒരു നോമ്പ് കാലത്ത് അദ്ദേഹം സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറെ കുഴുക്കുത്തുകൾ വിളിച്ച് അദ്ദേഹത്തെ പ്രാകുകയാണ്. അദ്ദേഹം ഒരു ആത്മീയ മനുഷ്യനാണ്, ആത്മീയമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ നോയമ്പിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം നോമ്പ് നോറ്റ് അദ്ദേഹം ആ ഒരു രീതിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ വിളിച്ച് അദ്ദേഹത്തെ പ്രാകുന്നു. നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കിയേ, എന്നിട്ട് ഞാൻ പറയാം. അച്ഛൻ എന്തുദ്ദേശത്തിലാണ് ഈ രേണുസുതിക്ക് ഈ വീട് കൊടുത്ത് അവിടെ പാർപ്പിച്ചിരിക്കുന്നത്? ഇപ്പൊ ആ വീട്ടിൽ നിന്നിട്ടാണ് അവള് മെമ്പർഷിപ്പ് എടുത്തിട്ട് ലൈവിൽ വന്ന ഇവിടെ പറയുന്നത് കേട്ടോ, അച്ഛൻ എന്ത് ഉദ്ദേശത്തിലാണ് ആ വസ്തുവും പറമ്പും രേഷ്മയ്ക്ക് കൊടുത്തതെന്ന്. ഓക്കെ, ഒരു കാര്യം പറയാം. ഇങ്ങനെയുള്ള ഓഡിയോ ക്ലിപ്പ് അച്ഛൻ യൂട്യൂബേഴ്സിന് അയച്ചു കൊടുക്കുന്നു. യൂട്യൂബേഴ്സ് അത് സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്യുന്നു. ഇവിടെ അനീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അനീഷ് ബ്രോയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. കാരണം എനക്കെതിരെ നാളെ ഏതെങ്കിലും ഒരു അച്ഛനോ എന്തെങ്കിലും ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചെന്നാൽ ഞാൻ സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്യും. അനീഷിന്റെ ആ ഒരു സമയത്തുള്ള റീച്ച് എന്ന് പറയുന്നത് ഒരു 3 ലക്ഷം 2 ലക്ഷം, അതായത് രേണുസുതിയെ കുറിച്ചിട്ട് എന്തിട്ടാലും 2-3 ലക്ഷം വ്യൂവർഷിപ്പാണ്. അപ്പോൾ അച്ഛന് ഒന്ന് അയച്ചു കൊടുക്കുന്നു. അനീഷിന് മാത്രമൊന്നല്ല, എല്ലാ യൂട്യൂബേഴ്സിനും അയച്ചു കൊടുക്കുന്നു. അത് അവർ പബ്ലിക്കിന് മുമ്പിൽ ഇടുന്നു. അച്ഛൻ തന്നെ രേണുസുതി എങ്ങനെയെങ്കിലും ഓടിക്കണം, അതാണ് അച്ഛൻ്റെ. അതായത് രേണുസുതി തന്നെ പറയണം ഈ സ്ഥലം എനക്ക് വേണ്ട, ഈ കിച്ചു തന്നെ പറയണം ഈ സ്ഥലം എനക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛന് തന്നെ തിരിച്ചു കൊടുക്കണം. അതിനുവേണ്ടി അച്ഛൻ കളിക്കുന്ന നാടകമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ ഇവിടെ അനീഷ് ബ്രോയുടെ ഭാഗത്ത് തെറ്റുണ്ടോ? ഒരിക്കലും ഇല്ല. അനീഷ് ബ്രോക്ക് ഈ പറയുന്ന അച്ഛൻ അയച്ചു കൊടുക്കുന്നുണ്ട്, അനീഷ് ബ്രോ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അനീഷ് ബ്രോക്ക് അറിയുന്നുണ്ട് ഇത് ഫേക്ക് ആണ്, അല്ലെങ്കിൽ അച്ഛൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അനീഷ് ബ്രോക്ക് അറിയുന്നുണ്ടോ? അനീഷ് ബ്രോക്ക് അറിയത്തില്ല. അപ്പോൾ ഇപ്പൊ അച്ഛൻ നാളെ വന്ന് ചിലപ്പോൾ പറയും ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഇതുള്ളതാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അച്ഛനോട് ഒരൊറ്റ പോയിന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ പൊന്നച്ച, അങ്ങ് വലിയൊരു ബിഷപ്പാണ്, അങ്ങയോട് ഒരു ബ്രോക്കർ വന്ന് പറഞ്ഞത് സത്യവും സങ്കല്പിക്കാം. അതായത് രേണുസുതി ഉള്ളത് കൊണ്ട് അച്ഛൻ്റെ സ്ഥലം ഒന്നും സേലാവുന്നില്ല, രേണുസുതി അവിടെ വലിയൊരു ഭാരമാണ് എന്നൊക്കെ നമുക്ക് സങ്കല്പിക്കാം. ഓക്കെ, നമുക്ക് അങ്ങനെ സങ്കല്പിക്കാം, അതൊക്കെ ഉള്ളതാണ് നമുക്ക് സങ്കല്പിക്കാം. നിങ്ങളെപ്പോലെ വലിയൊരു ബിഷപ്പ് ആ ഒരു വോയിസ് എടുത്തിട്ട് യൂട്യൂബേഴ്സിന് കൊടുക്കുന്നത് ശരിയാണോ? ഇതിനുള്ള ഉത്തരം അച്ഛൻ തരാൻ തയ്യാറാണോ? നിങ്ങൾ നല്ല നന്മമരങ്ങളല്ലേ? നിങ്ങൾ ദൈവത്തിന്, അതായത് 24 മണിക്കൂറും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ? ജനങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരല്ലേ? ആ നിങ്ങൾ രേണുവിനൊരു ആപത്ത് വരുമ്പോൾ ഇങ്ങനെ ആ ഒരു വോയിസ് ജനങ്ങളിലേക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന് അയച്ചു കൊടുത്തിട്ട് വലിച്ചു കീറെന്ന് പറയുന്നതാണോ? അല്ലെങ്കിൽ രേണുസുതിയെ വിളിച്ചിരുത്തിയിട്ട് രേണുവിൻ്റെ കുടുംബത്തെ വിളിച്ചിരുത്താ പറയാ ഇങ്ങനെ ഒരു വലിയൊരു സംഗതിയുണ്ട്, നിങ്ങൾ കാരണം അണക്ക് വലിയൊരു ആപത്താണ്, നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യണ്ട, അതുള്ളതാണെങ്കിൽ. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നത്? എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇഷ്ടംപോലെ ഓരോ യൂട്യൂബേഴ്സിനും രേണുവിനെ ആരൊക്കെ വിമർശിക്കുന്നത് അവർക്കൊക്കെ പേഴ്സണലി പോയിട്ട് ഈ അച്ഛൻ അയച്ചു കൊടുക്കുകയാണ്. ഇന്ന വലിച്ചു കീറി എന്ന് പറഞ്ഞിട്ട്. അത്രയും വൃത്തികെട്ട ഈ അച്ഛനാണ്. ഒരു കാര്യം കൂടി അച്ഛനോട് പറയാം, എനിക്ക് പേഴ്സണലി നിങ്ങളോട് വലിയ വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല ഈ വീഡിയോ ഇട്ടത്, നിങ്ങൾ വലിയ നന്മമരം കളിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാം പൊന്നു പ്രേക്ഷകരെ, ആരും അച്ഛൻ പറയുന്നത് ആരും വിശ്വസിക്കണ്ട. അച്ഛൻ്റെ ആ ഒരു ഉടായ്പ ഞങ്ങൾ പുറത്ത് വിട്ടാൽ രേണുസുതി വെളുക്കും, അച്ഛൻ കറക്കും. അച്ഛൻ ആ ഒരു കാര്യം ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ ഒരു നല്ലൊരു ഫുട്ബോൾ മാച്ച്, ഫുട്ബോൾ കാണാണ്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.